ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മൾ കിഷ്കിന്ധ സാമ്രാജ്യത്തിൽ കിടക്കുകയാണ്. കിഷ്കിന്ധ വാനര സാമ്രാജ്യമാണ്. രാമനിൽ നിന്ന് മുക്തി നേടിയ സമയത്ത് അതിന് മുമ്പേ ശബരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ ഋഷ്യമൂകാചലം ആ മലയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഷ്കിന്ധ സാമ്രാജ്യത്തിൽ എത്താൻ പറ്റും. അവിടെ വാനര സൈന്യമുണ്ട്. വാനരന്മാരുടെ അടുത്തുനിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സീതയെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും സഹായം കിട്ടും. കാരണം രാമനും ലക്ഷ്മണനും ഒരൊറ്റ സങ്കല്പമേ ഉള്ളൂ, എന്തുമാത്രം എങ്ങനെയായാലും സീതയെ കണ്ടെത്തണം. ഇങ്ങനെ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ ദൂരത്ത് നിന്ന് തന്നെ സുഗ്രീവനും ഹനുമാനും രാമനെയും ലക്ഷ്മണനെയും കാണും. അപ്പം ഇവരാരെങ്കിലും ശത്രുക്കളാണോ, ആരാ വരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹനുമാൻ വേഷം മാറിയിട്ട് വന്ന് നോക്കും. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് നോക്കും. അപ്പോൾ മനസ്സിലാകും ഇവർ ശത്രുക്കളല്ല. അപ്പോൾ സുഗ്രീവന്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോകും. രണ്ടാളെ ചുമലിരുത്തി ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ പോയി കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ സീത അപഹരിക്കപ്പെട്ട കാര്യവും പറയും. അതിനോടൊപ്പം ഇവരെങ്ങനെ ഈ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കണേ, ഇവർക്ക് ഈ മലയിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കണേ, അത് ചോദിക്കുമ്പോൾ അവരവരുടെ കഥയും പറയും. ബാലിയാണ് വാനര സാമ്രാജ്യത്തിൻ്റെ രാജാവ്. ബാലിയുടെ അനിയനാണ് സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവൻ തൻ്റെ കഥ പറയും. എന്തുകൊണ്ടാണ് ഇവിടെ കുത്തിയിരിക്കേണ്ടി വന്നത്, ഈ ബാലി കയറാമലയിൽ എങ്ങനെ വന്നു. ഒരിക്കലെ ബാലിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഒരു അസുരൻ വരും. ദുന്ദുഭി എന്ന പേര്. ദേഷ്യത്തിന് അയാളെ വലിച്ചൊരൊറ്റ എറിയെറിയും. ആ അസുരൻ പോയി ചത്തു വീഴുന്നത് മാതംഗ മുനിയുടെ ആശ്രമ പരിസരത്താണ്. അപ്പോൾ മുനി ബാലിക്ക് ശാപം കൊടുക്കും. കാരണം ആശ്രമ പരിസരത്തെ അശുദ്ധാക്കിയില്ലേ, അപ്പം നിനക്ക് ഈ മലയിലേക്ക് കടക്കാനേ പറ്റാതാവും. കടന്നാൽ നിന്റെ തല പൊട്ടി തെറിക്കും. അങ്ങനെ ആ മലയുടെ പേര് ബാലിക്ക് കയറാൻ പറ്റാത്ത മല. അതുകൊണ്ടാണ് ബാലി കയറാൻ മല എന്നറിയപ്പെടുന്നത്. പിന്നീട് ഒരിക്കൽ മായാവി എന്ന് പറയുന്ന ഒരു അസുരനുമായിട്ട് പൊരിഞ്ഞ യുദ്ധമാണ് ബാലിയുടെ. അപ്പം ആ സമയത്ത് യുദ്ധം ചെയ്ത് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോയി ഇവർ രണ്ടുപേരും കൂടെ. സുഗ്രീവൻ പുറത്ത് കാത്തു നിൽക്കുക. സുഗ്രീവനോട് പറഞ്ഞു, ഇവനെ ഈ ഗുഹയ്ക്കുള്ളിലിട്ടിട്ട് ഞാൻ വകവരുത്തി ഈ മായാവി അസുരനെ. അസുരൻ ചത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ള കളറിലുള്ള ചോര വരും. അപ്പോൾ ഞാൻ ജയിച്ചു, അസുരൻ ചത്തു എന്നർത്ഥം. അഥവാ ചുമന്ന ചോരയാണ് ഒഴുകണമെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇവൻ എന്നെ കൊന്നു. അപ്പം നീ പുറത്തുനിന്ന് ഉടനെ ഗുഹ വലിയ പാറ വെച്ചിട്ട് അടച്ചോളണം. കാരണം ഇവനെ പുറത്തേക്ക് വിടാൻ പാടില്ല. ശരി പറഞ്ഞു. ഉള്ളിൽ ഭയങ്കര യുദ്ധം നടന്ന അവസാനം കുറച്ച് കഴിയുമ്പോൾ ചുമന്ന രക്തം വരുന്നുണ്ട്. അത് കണ്ടതും സുഗ്രീവൻ വിചാരിച്ചു ബാലി മരിച്ചു, വേഗം ഗുഹ അടയ്ക്കും. പക്ഷെ അത് ആ മായാവി എന്ന് പറയുന്ന അസുരൻ്റെ ഒരു ചതിയായിരുന്നു. മരിക്കണതിന് തൊട്ടു മുമ്പ് എന്ത് ചെയ്തു, ആള് ചോരപ്പുഴ പുറത്തേക്ക് ഒഴുക്കിയതാ. അതൊരു മായാവി കളിയായിരുന്നു. സുഗ്രീവൻ അത് കണ്ടതും ബാലി മരിച്ചു വിചാരിച്ച് ഗുഹ അടച്ചു. സുഗ്രീവൻ തിരിച്ച് രാജാവായിട്ട് രാജ്യകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴേക്കും ബാലി നോക്കുമ്പോൾ എന്താ, ഗുഹ അടഞ്ഞു. ബാലിക്ക് ദേഷ്യം വന്നു. സുഗ്രീവൻ എന്നെ ചതിച്ചതാണ്, രാജാവിൻ്റെ കസേര തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചതിച്ചതാണെന്ന് പറഞ്ഞു. ബാലി ഭയങ്കര ശക്തനല്ലേ, ഗുഹയൊക്കെ പൊളിച്ച് അവസാനം പുറത്ത് വന്ന് സുഗ്രീവനെ ശരിയാക്കി ഉപദ്രവിച്ച് അവസാനം സുഗ്രീവൻ ഓടി എവിടെ എത്തി, ഈ ബാലി കയറാൻ മലയിലെത്തി. സുഗ്രീവനോടൊപ്പം ഹനുമാനും ജാമ്പവാനും എല്ലാവരും ഉണ്ട്. അപ്പോൾ സുഗ്രീവനിപ്പോൾ ഭയമാണ്, മരണഭയമാണ്. കാരണം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാലി വകവരുത്തും. അപ്പം രാമൻ പറയും, ഒരു കാര്യം ചെയ്യും, ബാലിയുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ നിന്നെ, ബാലിയെ ഞങ്ങൾ കൊല്ലാം, പക്ഷേ എന്നിട്ട് നിന്നെ രാജാവും ആക്കാം.
സീതയെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം കൊടുക്കും. അവസാനം ബാലിയെ കൊല്ലും, സുഗ്രീവനെ രാജാവാക്കും. പക്ഷെ രാജാവായി സുഗ്രീവൻ സുഖലോലുപതയിൽ അങ്ങനെ മുഴുകും. പക്ഷേ അപ്പൊ രാമന് കൊടുത്ത വാക്ക് പാലിക്കാൻ മറന്നുപോകും. അപ്പൊ ലക്ഷ്മണനല്ലേ ദേഷ്യം വരും. ഒരു ദിവസം പോയിട്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ ഞാണൊലി മുഴക്കും. അപ്പോഴാണ് സുഗ്രീവന് ബോധം വരണേ വാഗ്ദാനം പാലിച്ചില്ല എന്ന്. ഉടനെ വാനര സൈന്യത്തെ അയച്ച് സീതയെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ ഈ കിഷ്കിന്ധ സാമ്രാജ്യത്തിന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം എന്താ? വാനര സൈന്യം, വാനരന്മാരുടെ പ്രത്യേകത അവിടുത്തെ ഒക്കെ സംസാരിക്കണം, മനുഷ്യരെ പോലെ സംസാരിക്കുന്ന കുരങ്ങന്മാര്, മനുഷ്യരെ പോലെയൊക്കെ ഡ്രസ്സ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വാനരൻ നരന്റെ തന്നെ കഥയാണ്. ചഞ്ചലചിത്തരായ നരന്മാര്, മനുഷ്യന്മാര് തന്നെയാണ് ഇവിടെ വാനരന്മാരായിട്ട് കാണിച്ചിരിക്കുന്നത്. ചഞ്ചലത, രണ്ട് ചഞ്ചലതയുടെ എക്സ്ട്രിമിറ്റിയാണ് ബാലിയിലും സുഗ്രീവനിലും നമ്മൾ കാണുന്നത്. ബാലി അഹങ്കാരിയാണ്, സുഗ്രീവനോ ഭയം. ഇന്ന് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ഭയമാണ്. ചിലർക്ക് മരണഭയം, സുഗ്രീവനെ പോലെ ജീവന്റെ ഭയം അല്ലേ. ചിലർക്ക് പൈസ ഇല്ലാത്തതിൻ്റെ ഭയം, നാളെ എന്താവും, നാളെ എന്താവും, നാളെ എന്താകും. പൈസയുള്ളവർക്ക് പൈസ സൂക്ഷിക്കുന്നതിൻ്റെ ഭയം, ടാക്സുകാരെ ഭയം, ഗവൺമെന്റിനെ ഭയം, എല്ലാം പേടിയാ. കുട്ടികൾക്ക് പരീക്ഷാ ഭയം. ഭയമില്ലാത്ത ആരുള്ള ഇപ്പോൾ? എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയമാണ്. രോഗഭയം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ഭയങ്ങൾ മനുഷ്യനെ ഗ്രസിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഭയം? എന്താ ഭയം? അജ്ഞാനം കൊണ്ട്, ഇരുട്ടുകൊണ്ടാണ് നമുക്ക് ഭയം. ഭയം മാറണമെങ്കിൽ അഭയം കിട്ടണം. അഭയം തരുന്നതാരാണ്? ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് അഭയം പ്രാപിക്കുകയാണ് സുഗ്രീവൻ. രാമന്റെ അടുത്ത് അഭയം കിട്ടുമ്പോൾ സുഗ്രീവന്റെ ഭയം പോവാണ്. എങ്ങനെയാ ഭയം പോണേ? ഭഗവാൻ നമുക്ക് നൽകുന്ന മരണഭയം പോണെങ്കിൽ എന്താ വേണ്ടത്? എന്താ ജീവിതം, എന്താ മരണം അറിയണം. ഞാൻ മരിക്കുന്നില്ല, ഞാൻ ആത്മാവാണ്. മരണം എന്ന് പറഞ്ഞാൽ ഈ ശരീരം മാത്രമേ പോവുള്ളൂ. പോകുന്ന ആത്മാവ് പോയിട്ട് അടുത്ത ജന്മമാണ് എടുക്കണത്. ഈ ജ്ഞാനത്തിന്റെ വെളിച്ചം കിട്ടുമ്പോൾ എന്താവും? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നിന്ന് മരണം ഭയം പോവും. ഇനി നമ്മുടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ദുഃഖവും പോവും നമ്മുടെ. ചിലപ്പോൾ അങ്ങനെയല്ലേ, ചിലപ്പോൾ ചില വീടുകളിൽ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് ഭാര്യയെ പോയിട്ടുണ്ടാവും. ഓരോരുത്തർക്ക് ഓരോന്ന് അല്ലേ ജീവിതത്തിൽ വിപത്തുകൾ. നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷെ അതല്ലല്ലോ വാസ്തവികത. ഓരോരുത്തരുടെ ടിക്കറ്റ് വരുമ്പോൾ അവരവർക്ക് പോകണ്ടേ. അപ്പൊ ചിലർക്ക് ചെറിയ പ്രായത്തിൽ പോകണം. ചിലർ കണ്ടില്ല 90 വയസ്സായാലും ശരീരം വിടില്ല, കിടന്ന കിടപ്പിൽ അങ്ങനെ കിടക്കുക. അപ്പം മരണം എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് ദുഃഖവും ഭയവും ഇല്ലാണ്ടാകൂ. ഒന്ന്, ഞാൻ അനശ്വര ആത്മാവാണ്, എനിക്ക് നാശമില്ല. രണ്ടാമത്, എൻ്റെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായ ബോധം വേണം. അവർ നമ്മുടെ അടുത്ത് നമ്മുടെ കൂടെ അഭിനയിച്ച ആ വസ്ത്രം ഒന്ന് മാറ്റിയിട്ട് ആത്മാവ് എവിടെ പോയിരിക്കുക? അടുത്തൊരു വീട്ടിലേക്ക് പോയിരിക്കുക. അപ്പൊ നമ്മുടെ ആരെങ്കിലും മരിച്ചിട്ട് ഒരു 20 വർഷമായി, അർത്ഥം എന്താ? ഒരു 19 വയസ്സുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയായിട്ട് ഏതോ ഒരു വീട്ടിൽ ഉണ്ട്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മുടെ ദുഃഖം ശമിക്കും, മനസ്സിന് ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അല്ലെ ജീവിതകാലം മുഴുവൻ ദുഃഖമാണ്. അപ്പോൾ രാമന്റെ അടുത്ത അഭയം, അതായത് ഭഗവാനിൽ നിന്ന് രാമതത്വം, ജ്ഞാനം, ആത്മജ്ഞാനം കിട്ടുമ്പോഴാണ് മരണഭയം ഇല്ലാണ്ടാകുന്നത്. പിന്നെ ബാലി അഹങ്കാരത്തിന്റെ മൂർത്തിയാണ്. അഹങ്കാരം മനുഷ്യന്റെ ശമിക്കണമെങ്കിൽ എന്ത് വേണം? രാമബാണത്തിനെ ബാലിയെ കൊല്ലാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ബാലി തന്നെ ചോദിക്കുന്നുണ്ട് രാമനോട്, രാമ, എന്നെ എന്തിനാ ഇങ്ങനെ അമ്പ ഇത് കൊല്ലുന്നേ? എന്താവശ്യ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത? നമ്മൾ തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ. ഇനി സീതയെ അന്വേഷിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ സഹായിക്കില്ലേ? കാരണം പണ്ട് ഞാൻ രാവണന്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി എൻ്റെ വാലിൽ ചുറ്റി 7 സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിയതാ. അപ്പൊ ഇത്രയും ശക്തനാണ് ഞാൻ. അങ്ങെന്തിനാ സുഗ്രീവന്റെ അടുത്ത് പോയിട്ട് സഖ്യം ചേർന്ന് എൻ്റെ കൂടെ ചേരായിരുന്നില്ലേ? അപ്പം രാമൻ എന്താ പറയണേ? നിന്നെ കൊല്ലുന്നതിന്റെ കാരണം എന്താണ്? നിന്നെ ഞാൻ കൊല്ലുകയല്ല, നിനക്ക് ഞാൻ മോക്ഷം തരാണ്, മുക്തി കൊടുക്കാണ്. ഏതിൽ നിന്ന്? നീ സുഗ്രീവനോട് ചെയ്ത തെറ്റ്. സുഗ്രീവന്റെ ഭാര്യയും മക്കളെ എല്ലാം അപഹരിച്ചു. വളരെയധികം പാപത്തിന്റെ കറ നിന്റെ തലയിൽ ഉണ്ട്. നീ ചെയ്തു കൂട്ടിയ പാപത്തിൽ നിന്ന് നിനക്ക് ഞാൻ മോക്ഷം തരാണ്. അപ്പൊ അവിടെ കൊല്ലുകയല്ല, മറിച്ച് മോക്ഷം കൊടുക്കാൻ. രാമബാണം കൊണ്ട് മോക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമ്പ ഇത് കൊല്ലുക എന്നുള്ളതല്ല, അവിടെ ജ്ഞാനത്തിന്റെ അമ്പ. രാമബാണം ജ്ഞാനബാണമാണ്.
ജ്ഞാനം കൊണ്ട് പ്രബുദ്ധനാക്കാൻ, ബോധോദയം ഉണ്ടാക്കി കൊടുക്കാൻ. എന്താ സത്കർമ്മം, എന്താ ദുഷ്കർമ്മം. കർമ്മവും കർമ്മഫല ജ്ഞാനങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അപ്പൊ കർമ്മവും കർമ്മഫലങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കർമ്മത്തിൽ അറ്റൻഷൻ വരും. അപ്പൊ നമുക്ക് നമ്മളെ അശുദ്ധമാക്കുന്ന തരത്തിലുള്ള, നമ്മുടെ ഉള്ളിലെ ക്ലാവ് പിടിക്കുന്ന പാപത്തിന്റെ കര ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും പിന്നെ നമ്മളാരും ചെയ്യില്ല. അതിന് രാമബാണം വേണം, ജ്ഞാനം വേണം, അല്ലേ? ഇനി സുഗ്രീവന്റെ ജീവിതത്തിൽ നോക്കൂ, ഭഗവാൻ അഭയം കൊടുത്തു, രാജ്യവും തിരിച്ചു കിട്ടി, ഭാര്യയുടെ മക്കളുടെയൊക്കെ കൂടെ സുഖമായിട്ടിരിക്കുക. അപ്പോഴേക്കും എന്തായി? ഭഗവാനോട് പറഞ്ഞ വാക്ക് മറന്നുപോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതല്ലേ പറ്റുക. ദൈവം നമുക്കെല്ലാം തരും, സൗകര്യവും സാധനവും സാമഗ്രിയും സമ്പത്തും എല്ലാം തരും, ആയുസ്സും ആരോഗ്യം എല്ലാം കിട്ടി. അതിഭൗതികതയുടെ സുഖത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ ആരെ മറക്കും? ഭഗവാനെയും മറക്കും, ഭഗവാനോട് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും മറക്കും. അപ്പൊ നമ്മൾ രാമനെ മറന്നു പോവാണ് പലപ്പോഴും. കാരണം ഇത് തന്നെയാണ് ജീവിതത്തിലെ സുഖം. ചിലർ പറയില്ലേ, ആരുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടോ, പദവി ഉണ്ടോ, സാധനവും സൗകര്യം ഉണ്ടോ, അവരൊക്കെ എന്താ വിചാരിച്ചിരിക്കണേ? ഇത് തന്നെ എനിക്ക് സ്വർഗം. ഇനി വേറൊരു സ്വർഗം എന്ത്? വേറെന്ത് മുക്തി, എന്ത് മോക്ഷം, എന്ത് ഭഗവാൻ? ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഭഗവാനും അല്ലെ ഞാനും എല്ലാം സുഖവും എല്ലാം ഇത് തന്നെയാണ്, സ്വർഗം ഇത് തന്നെയാണ് എനിക്ക്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണേ ഇല്ല, ഇതെല്ലാം നശ്വര സാധനങ്ങളാ. ഒരു സെക്കൻഡ് പോലും ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. എന്തിനാ? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞില്ലേ, കഴിഞ്ഞു അതോടുകൂടി മനുഷ്യൻ്റെ. എന്ന് പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ക്യാൻസർ പോലെയുള്ള ഒരു മഹാരോഗം ഒന്ന് വന്നു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന ലക്ഷങ്ങൾ പോകാൻ സെക്കൻഡ് മതി, ജീവിതം കയ്യിൽ നിന്ന് പോകാൻ ഒരു സെക്കൻഡ് മതി. എല്ലാത്തിനും ഒരു സെക്കൻഡിന്റെ പോലും ഗ്യാരണ്ടി ഇല്ലാത്ത സാധനവും സാമഗ്രിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണേ. പക്ഷെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്താ? ഇതൊക്കെ കാലാകാലങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കും പോലെയാണ് നമ്മളൊക്കെ കൈകാര്യം ചെയ്യണം. എൻ്റെ പറഞ്ഞുള്ള അഹങ്കാരമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും എന്ത് ഓർമ്മ വേണം? നമുക്ക് സീതയെ കണ്ടുപിടിക്കാൻ ഭഗവാനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സീതാർത്ഥം പരിശുദ്ധി. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കി മാറ്റണം. അതാണ് ഭഗവാൻ അത് മാത്രമേ പറയുന്നുള്ളൂ, പവിത്രമാകൂ, യോഗിയാകൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പരിശുദ്ധാക്കും. രണ്ടാമത് എന്ത് ചെയ്യൂ? ഭഗവാനുമായി യോഗം വെച്ച് ജീവിക്കും. ഈശ്വരൻ്റെ അടുത്തുനിന്ന് വിയോഗം ഉണ്ടാവില്ലേ? നിങ്ങൾ ഭഗവാന്റെ അടുത്തുനിന്ന് ദൂരെയാകല്ലേ? അത് ഭഗവാന് വേണ്ടിയിട്ടല്ല, പിന്നെയോ നമ്മുടെ അഹങ്കാരം ശമിക്കാൻ വേണ്ടി. നമ്മുടെ ഭയം പോകണമെങ്കിൽ, നമ്മുടെ അഹങ്കാരം പോകണമെങ്കിൽ ആര് കൂടെ വേണം? അല്ലെങ്കിൽ എല്ലാറ്റിനും പേടിയാ. അപ്പോൾ ഈ അടുത്തിടയ്ക്കും കൂടി ഒരമ്മ ജീവിത കഥ പറയുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ നിത്യ സത്സംഗത്തിൽ വരുന്ന ഒരു ഫാമിലിയാണ്. ഹസ്ബൻഡും വൈഫിന് 2 മക്കളും വരും. അപ്പം അദ്ദേഹത്തിന് ക്യാൻസർ അസുഖമാണെന്ന് മനസ്സിലായി. പക്ഷെ അറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിട്ടാണ് അറിഞ്ഞത്. ലാസ്റ്റ് ക്യാൻസറിന് പല സ്റ്റേജല്ലേ, പക്ഷെ ഇദ്ദേഹത്തിൻ്റെ രോഗം ഐഡൻറ്റിഫൈ ചെയ്തത് ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പം അറിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇനി അധിക കാലം ഉണ്ടാവില്ല. വൈഫിനോട് പറഞ്ഞു. അപ്പോൾ അവരുടെ മൂത്ത കുട്ടിയുടെ 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിയുടെ കല്യാണം ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കുക ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞു ഇവരോട്. അപ്പോൾ ബാക്കി എല്ലാവർക്കും ചിന്ത ഫാമിലിയിൽ, കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു, ഇനി കല്യാണത്തിൻ്റെ ഇടയിലെങ്ങാനും ഇദ്ദേഹം മരിക്കുകയാണെങ്കിൽ അല്ലേ, എല്ലാവർക്കും ദുഃഖമല്ലേ, എപ്പോൾ എന്ത് സംഭവിക്കും, എല്ലാവർക്കും ചിന്ത. പക്ഷേ ഈ മാതാജി, ഈ അമ്മ, ഈ ഭാര്യ ഇത്രയും പോസിറ്റീവാണ്. ആളൊരൊറ്റ സങ്കല്പം എടുത്ത് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളാരും ചിന്തിക്കേണ്ട, വിഷമിക്കേണ്ട, അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല, എൻ്റെ ഭർത്താവല്ലേ, അദ്ദേഹത്തിനൊന്നും വരില്ല, കുട്ടിയുടെ കല്യാണം മംഗളമായിട്ട് നടക്കും, അത് നടക്കുന്നവരെ ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അമംഗളമായിട്ടൊന്നും നടക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നോ അതിലെല്ലാം മംഗളുണ്ട്. അപ്പോഴേക്കും എല്ലാവരുടെയും മനസ്സ് കുടുംബത്തിൽ പോസിറ്റീവായി. കാരണം ഈ ഭാര്യയ്ക്ക് ഇത്രയധികം കോൺഫിഡൻസ്. അപ്പോൾ അതേപോലെ ആ കുട്ടിയുടെ കല്യാണം നടക്കുന്നത് വരെ ഏകദേശം 1 വർഷക്കാലം ഒന്നും സംഭവിച്ചില്ല. കല്യാണം കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കുക. എന്നിട്ട് ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം മരിച്ചു. പക്ഷെ മരിക്കുന്ന സമയത്ത് അതിനേക്കാളും എന്നിട്ട് ആ അമ്മ വന്നിട്ട് അനുഭവം പറഞ്ഞു, സിസ്റ്റർ മരിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ്. കുറച്ച് കൂടിയപ്പോൾ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ 15 ദിവസം ഒരു കിടപ്പില്ലെന്നുള്ള അവസ്ഥയിലായുള്ളൂ. ആ ലാസ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇവർ കൂടെ ഇരിക്കുക, മക്കളും ഉണ്ട്, മരുമകനും ഉണ്ട്, ഈ അമ്മയുണ്ട്.
അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് അടുത്തടുത്ത് വരുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലായി, ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും മനസ്സിലായി. ഹോസ്പിറ്റലിലും പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് വീട്ടിൽ വെക്കാൻ പറ്റാത്തത് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. അപ്പം മരിക്കാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും മിത്രങ്ങളും അയ്യോ ഡോക്ടറെ വിളിക്കുക. അപ്പോഴേക്ക് രാത്രി 11 മണി, ഡോക്ടറെ വിളിക്കും, നഴ്സിനെ വിളിക്കുക, അയ്യോ പാവെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യം, ഇപ്പോൾ ഡോക്ടറൊക്കെ അങ്ങോട്ട് ഓടി വന്ന് ഇവിടെ അശാന്തി ഉണ്ടാക്കണ്ട, എന്തായാലും ആത്മാവ് ശരീരത്തിൽ നിന്ന് പോവുകയാണ്, സമാധാനമായിട്ട് പോട്ടെ. ഇപ്പോൾ ഓടിച്ചാടി ഡോക്ടർ വന്ന് കുറേ ബഹളം വെച്ച് ഇവിടെ ബഹളം വേണ്ട, അന്തിമ യാത്ര സ്നേഹത്തോടെ സമാധാനത്തോടെ ആത്മാവ് പോട്ടെ. അത്ര സശക്തിയായിട്ടുള്ള ഒരമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ആ ആത്മാവ് സുഖമായിട്ട് ശരീരത്തിൽ നിന്ന് പോയി. പിന്നെ ആരോ പോയി പറഞ്ഞു. അപ്പോഴേക്കും ആത്മാവ് ശരീരത്തിൽ നിന്നൊക്കെ പോയിട്ട് പിന്നെ പതുക്കെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നഴ്സൊക്കെ വന്നിട്ട് പിന്നെ ശരീരത്തിലിട്ടിട്ട് അടിക്കും. അവരുടെ ഇതൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അവർ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യണേ? പോയ ആൾ പോയി, പിന്നെ വെറുതെ ആ ശരീരത്തെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഉള്ളിലേക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ആ അമ്മ നോക്ക്, അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി പോലും ഒരു ആൺതരിയില്ല സഹായിക്കാൻ. ആ അമ്മയ്ക്ക് വേണമെങ്കിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കാം, ജീവിതം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ഇദ്ദേഹത്തിന് സുഖമില്ല എന്നറിഞ്ഞപ്പോഴേക്കും ആളെന്തായി? കൂടുതൽ സശക്തിയായി. ആളിന് ഹസ്ബൻഡിനെ നോക്കുന്നുണ്ട്, മക്കളുടെ കാര്യം നോക്കുന്നുണ്ട്, കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. എന്താ കാരണം? ജ്ഞാനം നൽകുന്ന ബലം. നിത്യ സത്സംഗിയ, ഡെയിലി 1 മണിക്കൂർ വന്ന് സത്സംഗം കേട്ടിട്ട് പോവുള്ളൂ. കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ സത്സംഗം കാര്യങ്ങൾ ക്ലാസ്സുകൾ പോയിട്ട് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കും. അപ്പോൾ ആ നിത്യാഭ്യാസം കാരണം ഭഗവാനിൽ നിന്നുള്ള ജ്ഞാനം ഡെയിലി കേൾക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്നത് കാരണം ആ അമ്മ സശക്തയായിട്ട് മാറി. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ, അതാണ് ദൈവം നമുക്ക് തരുന്ന കരുത്ത്. എന്നിട്ട് മരണ ദിവസം തന്നെ എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ആ ഭാര്യയുടെ മുഖം കണ്ടാൽ അറിയാം അവരെന്തായാലും പോകുന്ന സത്സംഗത്തിൻ്റെ ലക്ഷണം അവരുടെ മുഖത്തിലുണ്ട്, അവരുടെ പ്രവൃത്തിയിലുണ്ട്. വേറൊരാൾക്ക് ഈ സമയത്ത് പിടിച്ചു നിൽക്കാൻ ഇതേപോലെ പറ്റില്ല. അത് ഇവർ സത്സംഗത്തിൽ പോകുന്നതിൻ്റെ ഗുണമാണ്, ഇവർ ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ ശക്തിയാണ്. അല്ലെ ഈ 2 പെൺകുഞ്ഞുങ്ങളെയും വെച്ചിട്ട് എങ്ങനെ ജീവിക്കുക? വേറൊരാൾക്ക് ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഉള്ള ശക്തിയും കൂടെ പോവല്ലേ. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? ജ്ഞാന ബാണം പോലെ നമുക്ക് കരുത്ത് മുക്തി തരികയാണ്, മോക്ഷം തരികയാണ്. ഇതിന്ന് ദുഃഖത്തിൽ നിന്ന്, വേദനകളിൽ നിന്ന്. കാരണം നമുക്ക് ജീവിതം മുന്നോട്ട് പോകണം. അപ്പോൾ ഹസ്ബൻഡ് പോയി, ബാക്കി അമ്മ, ബാക്കി ഇനി അടുത്ത കുട്ടി, അതിനെ പഠിപ്പിക്കണം, കല്യാണം കഴിക്കണം, മുന്നോട്ട് ജീവിതം കിടക്കുകയാണ്. മുന്നോട്ട് നീങ്ങണമെങ്കിൽ എന്ത് വേണം? കരുത്ത് വേണം. കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉള്ള ശക്തിയും മനസ്സും ശരീരവും എല്ലാം കേടുവരുത്തി ദുഃഖിച്ച് വേദനിച്ച് പിന്നെ ആശുപത്രി പോകാൻ വേറെ പൈസ, അത് അമ്മ കരയുന്നത് കണ്ട കുട്ടികളുടെ കരച്ചിൽ വേറെ, അവരുടെ ദുഃഖം വേറെ അല്ലേ. അപ്പം അതിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് തിരിച്ചറിയേണ്ടത്? നിത്യ സത്സംഗത്തിന്. അതുകൊണ്ടാണ് രാമായണ പാരായണത്തിന് ഈ മഹത്വം വന്നത്. അതായത് ആധ്യാത്മിക ജ്ഞാനം നമ്മൾ നിത്യേന കേൾക്കും തോറും ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല. ജ്ഞാനസ്നാനം നിത്യേന വേണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ബലം എന്നും നിലനിൽക്കുക. എപ്പോഴും അസ്ത്രശസ്ത്രം, കാരണം പരീക്ഷ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. മറ്റേ പരീക്ഷ നമുക്കറിയാം, സ്കൂളിലും കോളേജിലും ഡേറ്റ് ഫിക്സ് ചെയ്യും, മാസത്തിലെ ടെസ്റ്റ്, വർഷത്തിലെ ടെസ്റ്റ്. ആ ടെസ്റ്റ് സമയത്ത് നമുക്ക് പരീക്ഷ എഴുതുന്നുണ്ടോ? പക്ഷെ നമ്മുടെ ജീവിതയാത്രയിലോ? നമ്മുടെ ജീവിതം തന്നെ പരീക്ഷകളാ അല്ലേ. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ചോദ്യപേപ്പർ വന്നുകൊണ്ടേ ഇരിക്കുക. അതിനൊക്കെ നമുക്ക് ഉത്തരം എഴുതണ്ടേ? അപ്പം നമുക്ക് ഡെയിലി പഠിപ്പ് പഠിക്കണം, റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പരമാത്മാവിൻ്റെ ഓരോ മഹാവാക്യങ്ങളും സ്മരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ ശക്തി കിട്ടുള്ളൂ. അപ്പം നമുക്ക് അല്പസമയം ഈശ്വരനെയും ഈശ്വരൻ നൽകുന്ന മഹാവാക്യത്തെയും സ്മരിക്കാം. വാനര സാമ്രാജ്യം ചഞ്ചലചിത്തമായ നരൻ്റെ മനുഷ്യ കൂട്ടായ്മയെ കാണിക്കുകയാണ്.
കിഷ്കിന്ധ സാമ്രാജ്യം ബാലിയും സുഗ്രീവനും ചഞ്ചലതകളുടെ രണ്ട് എക്സ്ട്രീമിറ്റി കാണിച്ചു തരാണ്. സുഗ്രീവൻ ഭയത്തെയും ബാലി അഹങ്കാരത്തെയും കാണിക്കുകയാണ്. ജീവിതയാത്രയിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയവും മരണഭയവും രോഗഭയം, പൈസ ഇല്ലാത്തതിൻ്റെ ഭയം, പൈസ വന്നാൽ ഭയം, എന്തെല്ലാം തരത്തിലുള്ള ഭയങ്ങളാണ് നിത്യേന മനസ്സിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തമാകാൻ രാമൻ്റെ അടുത്ത് അഭയം പ്രാപിക്കാനുള്ള സമയമാണിത്. കാരണം ഇത് കൽപ്പാന്തകാലമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഭയങ്ങളുടെ എണ്ണം കൂടാനാണ് സാധ്യത. അതിനാൽ അഭയം, ഭഗവാന്റെ അടുത്ത് അഭയം നേടിയേ മതിയാകൂ. ഭഗവാന്റെ അടുത്ത് അഭയം നേടിയതിന് ശേഷവും എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയതിന് ശേഷവും ഭഗവാനെയും ഭഗവാൻ നൽകുന്ന നിർദ്ദേശങ്ങളെയും മറന്നൊരിക്കലും ജീവിക്കാനും പാടില്ല. എന്തെങ്കിലും നേട്ടങ്ങളും പ്രാപ്തികളും തൻ്റെ ബുദ്ധിയുടെയോ സൗന്ദര്യത്തിൻ്റെയോ കഴിവുകളുടെയോ നേട്ടങ്ങളുടെയോ പദവിയുടെയോ അഹന്ത ബാലിയെ പോലെ കാണിക്കരുത്. അഹങ്കാരം അധപ്പതനത്തിന് കാരണമാകും. അത് പാപം ചെയ്യിക്കും, തെറ്റുകൾ ചെയ്യിക്കും. അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കണമെങ്കിലും രാമബാണങ്ങളേക്കണം. ജ്ഞാനബാണമാണ് രാമബാണം. ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങളുടെ കരുത്ത് ഞാൻ മനസ്സിലാക്കുകയാണ്. മരണഭയം ഇല്ലാണ്ടാക്കുന്നത് ജ്ഞാനമാണ്. അഹങ്കാരം നശിപ്പിക്കുന്നതും ജ്ഞാനമാകുന്ന ബാണം തന്നെയാണ്. ഭഗവാൻ എനിക്ക് മൂന്നാം കണ്ണ് തുറന്നു തരികയാണ്. നിത്യ സത്സംഗത്തിൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ സമയമെങ്കിലും സത്സംഗത്തിലിരുന്ന് രാമബാണമേറ്റ് ജ്ഞാനമാകുന്ന ബാണത്തിലൂടെ സർവഭയങ്ങളിൽ നിന്നും സർവ അഹങ്കാരങ്ങളിൽ നിന്നും മുക്തമാകണം. ഓം ശാന്തി.